നമസ്തേ ഹാഷിം. നമസ്കാരം സാറേ, ഞാന് ഒരു കൊല്ലം ജെയ് റിപ്പീറ്റ് ചെയ്തായിരുന്നു. ഓക്കെ. ഇനി കീമും കുസാറ്റുള്ള ഇതിന് റിസൾട്ടിന് കാത്തിക്കുന്നു. ബിടെക്കിൽ ഏതാ ബ്രാഞ്ച് എടുക്കേണ്ടത് തീരുമാനിച്ചില്ല. മനസ്സില് ബിടെക്കിൽ ഏതാ ബ്രാഞ്ച് എടുക്കാൻ തീരുമാനിച്ചു. മനസ്സില് മെക്കാനിക്കലും ഇസിയും ഉള്ളത്. ഓക്കെ. ഏതാണുള്ളത്? മെക്കാനിക്കലാകുമ്പോ കൊറേ ഇതില്ലേ, കൊറേ ആളിപ്പോ എഴുതിയിട്ട് ഫ്ലഡഡ് ആയിട്ട് നിൽക്കുന്നതെന്നെല്ലാം പറയുന്നുണ്ട് നാട്ടിലുള്ളല്ലോ. എല്ലാ വിഷയത്തിലും അതിനേക്കാളും കൂടുതൽ ആൾക്കാരുള്ളത് ആണ്. ആണ് എല്ലായിടത്തും ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകളുള്ളത്. അതിനേക്കാളും കൂടുതൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് എന്ന് വെച്ചിട്ട് ആരും എടുക്കാണ്ടിരിക്കും. ഇത് മെക്ക് എടുത്തിട്ട് ഒന്നിക്ക GME എന്ന് പറഞ്ഞ മറൈൻ എഞ്ചിനീയറിംഗിന്റെ അത് അല്ലെങ്കിൽ വേറെ ഏതാന്നുള്ള ഒരു ഇതില്ല, ഐഡിയ ഇല്ല. എല്ലാം അല്ല, അത് കഴിഞ്ഞിട്ട് എന്താ പോണെന്ന് മോൻ ആലോചിച്ചത് നന്നായി. മെക്കാനിക്കൽ എടുത്തു കഴിഞ്ഞാൽ അത്തരം റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിൽ പോവാം. ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ മിക്കവാറും കമ്മ്യൂണിക്കേഷനും കമ്പ്യൂട്ടർ ബേസ്ഡും ഇലക്ട്രോണിക്സ് ബേസ്ഡും ഒക്കെയാണ്. കുറേ ബ്രാഞ്ചുകൾ വെറൈറ്റി ഉണ്ട്. മെക്കാനിക്കൽ ആണെങ്കിൽ കെമിക്കൽ എൻജിൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾക്കായിരിക്കും. മെറ്റീരിയൽ സയൻസ് അതൊക്കെ കുറെ കൂടി മെക്കാനിക്കലാണ്. കെമിസ്ട്രി ആണോ ഇഷ്ടം, മാത്തമാറ്റിക്സ് ആണോ? മാത്തമാറ്റിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിരിക്കും നല്ലത്. കാരണം മെക്കാനിക്കലിൽ കുറച്ച് കെമിക്കൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റുകളും ഹീറ്റ് അത്തരം റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ പ്രോപ്പർട്ടികൾ അതൊക്കെയാണ്. അതെ, മാത്സിലും കെമിസ്ട്രിയിലും ഏതാ ഇഷ്ടം തീരുമാനിക്കുക. കുറച്ചും കൂടി കെമിസ്ട്രി ഓറിയന്റഡ് ആണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. കുറച്ചും കൂടി മാത്സ് ഓറിയന്റഡ് ആണ് ഈ ഇമേജ് പ്രോസസ്സിംഗ്, സിഗ്നൽ പ്രോസസ്സിംഗ് എന്നൊക്കെ പറയുമ്പോൾ കുറേ ഫൊറിയർ സീരീസും അത്തരം സംഭവങ്ങളൊക്കെ വരും. അതൊക്കെ ഇലക്ട്രോണിക്സിലാണ്. അപ്പൊ ഏതാണ്, കെമിസ്ട്രി ആണോ മാത്സ് ആണോ തീരുമാനിക്കുക. അതാണ് എളുപ്പം. കോളേജ് ഏതാണ് തീരുമാനിക്കാൻ വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന കോളേജ് ഏതാണോ? അത് അത്ര നല്ലതല്ല. അപ്പൊ പിന്നെ ബാക്കി ഓപ്ഷൻ എന്താ ഉള്ളത്? കണ്ണൂരുണ്ട്. അല്ല, അതല്ലാതെ ഏറ്റവും നല്ലത് ഇപ്പൊ RIT കോട്ടയത്താണോ പ്ലാൻ ചെയ്യുന്നത്? RIT പിന്നെ മെയ്സ് വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന സ്ഥലമാകുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാല് കുറെ സമയം എക്സ്ട്രാ വീട്ടിൽ കിട്ടും. വളരെ ഫേമസ് ആയിട്ടുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും അല്ലല്ലോ പോണത്. അപ്പോൾ വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പോകുന്നതിന്റെ ഗുണം എന്ന് വെച്ചാല് കുറെ വീട്ടിൽ ഇന്റർനെറ്റ് ടൈം കിട്ടും. ഇപ്പം മോൻ വിളിച്ചപ്പോൾ നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റി. ഏതെങ്കിലും ഹോസ്റ്റലിലോ വേറെ ആരുടെങ്കിലും കൂടെയൊക്കെ താമസിക്കുമ്പോൾ യാത്രയിൽ കുറെ സമയം പോകും. ഹോളിഡേയ്സിൽ വീട്ടിൽ വന്ന് പോകാനുള്ള തോന്നലുണ്ടാവും. ഈ മെയിൻറ്റെയിൻ ചെയ്യുക, സ്വന്തം ഡ്രസ്സ് വാഷിംഗ് ആയാലും ഭക്ഷണമായാലും ഒക്കെ വീട്ടിലൊരാളുണ്ടല്ലോ സപ്പോർട്ടിന്, അതൊക്കെ മിസ്സാവും. പിന്നെ പാരന്റ്സിന്റെ കൂടെ താമസിക്കാൻ പറ്റിയ ഏക സമയം ഈ ഒരു 2-3 കൊല്ലം കൂടി ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ജോലിയായിട്ട് പുറത്തു പോകണം. അപ്പോൾ അധികം ഉഴപ്പാതെ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് എക്സ്ട്രാ ഓൺലൈൻ കോഴ്സസ് ചെയ്യാനുള്ള ഇന്റർനെറ്റ് ഫെസിലിറ്റിയും ഒക്കെ ഉള്ളത് വീട്ടിലിരിക്കുമ്പോഴാണ് മനസ്സിലാക്കുക. എക്സ്ട്രാ ഓർഡിനറി ഒരു കോളേജ് ആണെങ്കിൽ കറക്റ്റ്, ഓക്കെ. അതല്ലെങ്കിൽ എല്ലാ കോളേജും ഏകദേശം ഒരേപോലെ തന്നെയാണ്. കുസാറ്റും വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കോളേജ് ഒന്നല്ല. ഒരു കാലത്ത് യൂണിവേഴ്സിറ്റി എന്നുള്ളതിൽ നല്ല കോളേജായിരുന്നു, ഞാൻ പഠിച്ച സ്ഥലമാണ്. പക്ഷേ ഇപ്പൊ കുസാറ്റ് വളരെ ഗ്രേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് അടുത്ത് പോയിട്ട് വരാൻ പലർക്കും അങ്ങനെ പറ്റില്ലല്ലോ. ഇപ്പൊ മോനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന കോളേജുകളുണ്ട്. അതില്ലാത്ത ഒരാൾ ഇടുക്കിന്ന് ഒരാൾ വിളിക്കാന്ന് വിചാരിക്കും, ഞാൻ എന്താ പറയും, കുസാറ്റ് പോയിക്കോളാം. മനസ്സിലായി? അതാണ് ആദ്യം നോക്കേണ്ടത് ഓപ്ഷൻ, അതാണ് ആദ്യം. ഇനി എക്സ്ട്രാ ഓർഡിനറി ആണെങ്കിൽ ശരി. ഹോസ്റ്റലുകളിലൊക്കെ എത്തുമ്പോൾ മിക്കവാറും ഈ പറയുന്ന മോനൊന്നും ആവില്ല. കുറച്ച് ഒരു 2 കൊല്ലം കഴിയുമ്പോൾ അവരാകെ മാറും. അവിടുത്തെ എൻവറോൺമെന്റ് മാറും, ആൾക്കാരുടെ വിധം മാറും. അതുകൊണ്ടാണ് സാധാരണ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാത്തത്. പിന്നെ അത്യാവശ്യമാണെങ്കിൽ ശരി, വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, വേറെ എവിടെ ഇല്ല, ഫൈൻ.
പിന്നെ പിന്നെ ബിടെക്കിനെക്കാട്ടി എന്തുകൊണ്ട് അല്ല BSc ഫിസിക്സ് എടുക്കുന്നതിനെക്കാട്ടി നല്ല ബിടെക് 100% സംശയമില്ല. കാരണം BSc ഒക്കെ ഷടേന്നുകൊണ്ട് പ്രൈവറ്റ് ആയിട്ട് എഴുതി തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ബിടെക്കിന്റെ ഒരു വാല്യൂ MScക്ക് മാത്രമേ ഉള്ളൂ. ഇനി ബിടെക് കഴിഞ്ഞ് ഗേറ്റ് ഒക്കെ എഴുതിയാൽ MTechന് പോവാം. MSc കഴിഞ്ഞാൽ ഗേറ്റ് എഴുതിയിട്ട് MTechനൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇന്നത്തെ കാലത്ത് വിമൽ ജ്യോതിയും സെന്റ് തോമസ് ഉണ്ട്. വിമൽ ജ്യോതിയൊക്കെ നല്ല കോളേജാണ്. ഞാൻ നിങ്ങളുടെ നാട്ടുകാരനെ പറഞ്ഞു. ഞാൻ നടുവിലാണ്, തളിപ്പറമ്പിന് അടുത്ത്. യൂട്യൂബിൽ പറയുന്നുണ്ട്. അതെ, ഞാൻ പക്ഷെ ഈ പറഞ്ഞ കോളേജിലൊന്നും പോയിട്ടില്ല കേട്ടോ ഇതുവരെ. ഞാൻ പോയിട്ടുള്ള കോളേജ് മിക്കവാറും കോട്ടയത്തും കണ്ണൂര് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ടുണ്ട്. വിമൽ ജ്യോതിയായിട്ട് അവരുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും പ്രിൻസിപ്പളും ഞാനൊക്കെ ഒരേ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി ലെവലില്. പക്ഷെ ഞാൻ അവിടെ പോയിട്ടില്ല. നല്ല ഗ്രേറ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് കേരളത്തിലെ മിക്കവാറും നല്ല കോളേജുകളൊന്നും ഗ്രേറ്റ് ആണെന്ന് ഈ പേര് വെക്കുന്ന വിധത്തിലെ നന്മയൊന്നുമില്ല. രണ്ടാമത് ഇനി അടുത്ത് വരുന്ന 5 കൊല്ലം SFIക്കാർ സമരം നടത്തിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഉറപ്പല്ല. എഞ്ചിനീയറിംഗ് കോളേജ് ഒഴിവാണെങ്കിലും പൊതുപണിമുടക്ക് എന്ന് പറയുന്നൊരു സംഭവം വരുമ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന മോൻ വെറുതെ സമയം കളയും. വീട്ടിലാകുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ചും കൂടി പഠിക്കണം എന്നുണ്ടെങ്കിൽ പഠിക്കാം. ഹോസ്റ്റലിലുള്ള ഗ്രൂപ്പുകളൊന്നും നമ്മുടെ കൺട്രോളിലാവാനുള്ള സാധ്യത കുറവാണ്. എല്ലാം ആർക്കും പോകാൻ പറ്റുന്നതാണ് കമ്പ്യൂട്ടർ സയൻസ് നാളെ. അത് പാരലായിട്ട് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. ഇന്ന് മുതൽ ജോയിൻ ചെയ്തതിന് ശേഷമല്ല, ഇന്ന് മുതൽ കമ്പ്യൂട്ടർ സയൻസിലുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI റിലേറ്റഡ്, പൈത്തൺ, സിമുലേഷൻ സോഫ്റ്റ്വെയർസ്, എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ ഡാറ്റാ സയൻസ് ഒക്കെ പഠിക്കാം. പാരലി ഡാറ്റാ സയൻസ് IITയിൽ ജോയിൻ ചെയ്യാം. BS ഗൂഗിൾ ചെയ്താൽ കിട്ടൂലേ? എല്ലാ ഇൻഫർമേഷനും ഗൂഗിളിലുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ പറയാം? നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കുക, നല്ല ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, അതൊക്കെ ആയാലും അവസാനം ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളൂ. ക്യാമ്പസ് ടു കോർപ്പറേറ്റ് ഡോക്ടർ TPS എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ KLH ഡോക്ടർ TPS, അതിനകത്ത് ഇത്തരം കുറേ ബിടെക് കഴിയുമ്പം എന്താവേണ്ടതുള്ള ആലോചന അതൊക്കെ വരും. അതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സംഭവങ്ങൾ കാണുമ്പോൾ അതിന്റെ താഴത്ത് കമന്റ് എഴുതുക. ആ എഴുതുന്ന ഇംഗ്ലീഷ് നന്നാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. പിന്നെ കൃത്യമായി മനസ്സിലാക്കിയോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ശിക്ഷാജ്ഞാനം മെന്ററിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ് ഞാൻ അയച്ചു കൊടുക്കാറ്. പക്ഷെ ഇങ്ങനൊരു കാര്യം വന്ന് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ഞാനത് പറയുന്നു എന്ന് മാത്രം. അതിനകത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനുള്ള പ്രോഗ്രാംസും, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യണം, എങ്ങനെ എഴുതണം, അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ പറ്റുള്ളൂ. അതിനുള്ള ഗൈഡൻസ് തരാം. ഓക്കെ, ഇതേപോലെ വാട്സപ്പ് ചെയ്യാം, പറ്റുകയാണെങ്കിൽ Gmeet ചെയ്യാം, വാട്സപ്പേ ചെയ്യാവും. മിക്കവാറും ഞാൻ യാത്രയൊക്കെ ആയതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇത് യൂട്യൂബിൽ ഇടാലോ അല്ലേ? ഫേസ് ഉണ്ടായ എന്താ, നിന്റെ മുഖത്തിന് എന്താ കുഴപ്പം? യെസ്, ഗുഡ് ബോയ്. അതാ ആ കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അതുണ്ടാവും. ഇനി ആ ഷൈ ഒന്നും പാടില്ല. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു.